ദക്ഷിണ കൊറിയ US സംയുക്ത സൈനിക പരിശീലനം പരിമിതപ്പെടുത്തിയ സാഹചര്യം വിശദീകരിച്ച് ഡൊണാൾഡ് ട്രംപ് ഇറാന് എതിരായ സൈനിക നടപടിയിൽ സഹകരിക്കില്ലെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. പിന്തുണയ്ക്കുന്നവരെ സഹായിക്കാൻ ദക്ഷിണ കൊറിയ തയ്യാറല്ലാത്തതിനാലാണ് സംയുക്ത സൈനിക പരിശീലനം പരിമിതപ്പെടുത്തിയത് എന്നും ട്രംപ് പറഞ്ഞു. ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക പരിശീലനവും സഹകരണവും പരിമിതപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അറിയിച്ചിരുന്നു. സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ ഇറാനെതിരായ സൈനിക നടപടിയുടെ ഭാഗമാകാൻ ദക്ഷിണ കൊറിയയോട് US ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ വിഷയത്തിന്റെ ഭാഗമാകാനില്ലെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ-മ്യങ് അറിയിച്ചു. കിം ജോങ് ഉന്നിൽ നിന്നും ദക്ഷിണ കൊറിയയെ സംരക്ഷിക്കാൻ നിരവധി സൈനികരെയാണ് US ആ രാജ്യത്ത് വിന്യസിച്ചത്. പ്രതിസന്ധി നേരിടുന്ന വേളയിൽ USനെ പിന്തുണയ്ക്കാൻ ആ രാജ്യം തയ്യാറാകാത്തത് അംഗീകരിക്കാനാവില്ലെന്നും ട്രംപ് വിശദീകരിക്കുന്നു. When I called recently the president of South Korea, who I think he's very nice actually, but I called him, I said, would you like to give us a little hand? We don't need help with Iran, but if you'd like, give us a hand with Iran. He said, no thanks. And I said, wait a minute, we have 39,000 soldiers over there guarding you from Kim Jong-un, your next door neighbor, and you're not going to help us on a very easy military operation in Iran? That's strange. No, we'd rather not get involved. I say, well, why are we involved in helping you? So, and I want to help them, but, when you ask somebody, would you like to give us a hand, and they say, no thanks, and then we're guarding them from a country. കിം ജോങ് ഉന്നുമായി മികച്ച സൗഹൃദം നിലനിൽക്കുന്നതിനാൽ ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക പരിശീലനങ്ങളിൽ കുറവ് വരുത്താൻ പ്രതിരോധ സെക്രട്ടറിക്ക് ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു. മാത്രമല്ല, ദക്ഷിണ കൊറിയയ്ക്ക് നൽകുന്ന സൈനിക പിന്തുണയ്ക്ക് പ്രതിഫല തുക സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കിയത് മുൻ ബൈഡൻ ഭരണകൂടമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനെ നയതന്ത്ര തലത്തിൽ പിന്തുണയ്ക്കുന്ന രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ എന്നതും ട്രംപിന്റെ ദക്ഷിണ കൊറിയയുമായി ബന്ധപ്പെട്ട നീക്കത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.